നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാവോയിസ്റ്റ് നേതാവ് മനോജിനെ കൊട്ടിയൂരിലും പേരാവൂരിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പ് തീവ്രവാദ വിരുദ്ധ സേനയുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ. കോടികൾ മുടക്കി നവീകരിച്ച റോഡിൽ നിർമ്മിച്ച പാർക്കുകൾ കാട് മൂടിക്കിടക്കുന്നു. ഇരിട്ടി കല്ലുമുട്ടിയിലെ പാർക്കിൽ പരസ്യ ബോർഡുകൾ കൊണ്ട് നിറഞ്ഞു. അനിശ്ചിതത്വം നീങ്ങി. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കുനുത്തലമുക്ക് വായന്നൂർ വെള്ളർവള്ളി റോഡിന് ഭരണാനുമതി. യാത്രക്കാർക്ക് അപകട ഭീഷണിയായ വള്ളിത്തോട് റോഡിലെ കുഴിയടച്ചു. നടപടി ഹൈവിഷൻ വാർത്തയെ തുടർന്നു. ഇരിട്ടി താലൂക്ക് പരിധിയിലെ വിവിധ പ്രദേശങ്ങളിൽ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കം ചെയ്യുന്നതിന് സബ് കളക്ടറുടെ ഉത്തരവ്. വിശദമായ വാർത്തകളിലേക്ക്. കാണാതായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോളയാട് മേനച്ചോടിലെ തയ്യൽ വീട്ടിൽ റിനിമോൻ യേശുരാജിനെയാണ് കോളയാട് സെന്റ് കോർണേലിയോസ് ദേവാലയത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാണാതായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോളയാട് മേനച്ചോടിയിലെ തയ്യൽ വീട്ടിൽ റിനിമോൻ യേശുരാജനെയാണ് കോളയാട് സെന്റ് കോർണേലിയോസ് ദേവാലയത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇക്കഴിഞ്ഞ 16-ാം തീയതി മുതൽ റിനിമോനെ കാണാനില്ലായിരുന്നു. ഇത് സംബന്ധിച്ച് വീട്ടുകാർ കണ്ണവം പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്തിരുന്നു. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് റിനിമോനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോളയാട് സെന്റ് കോർണേലിയോസ് ദേവാലയത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ജോലിക്കെത്തിയ തൊഴിലാളികളാണ് റിനിമോനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യേശുരാജ് നിർമ്മല ദമ്പതികളുടെ മകനാണ്. പ്രിൻസ്, വിപിൻ എന്നിവർ സഹോദരങ്ങളാണ്. കണ്ണവം പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. സംസ്കാരം പിന്നീട് നടക്കും. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. കോടികൾ മുടക്കി നവീകരിച്ച റോഡിൽ നിർമ്മിച്ച പാർക്കുകൾ കാട് മൂടിക്കിടക്കുന്നു. ഇരിട്ടി കല്ലുമുട്ടിയിലെ പാർക്കിൽ പരസ്യ ബോർഡുകൾ കൊണ്ട് നിറഞ്ഞു. കോടികൾ മുടക്കിയാണ് തലശ്ശേരി മുതൽ വളവുപാറ വരെയുള്ള റോഡ് നവീകരിച്ചത്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി റോഡരികിൽ ഒഴിഞ്ഞുകിടക്കുന്ന സർക്കാർ സ്ഥലത്ത് പാർക്കുകളും നിർമ്മിച്ചിരുന്നു. അവിടെ പൂച്ചെടികളുമൊക്കെ വെച്ചുപിടിപ്പിച്ച് മനോഹരമാക്കിയിരുന്നു. ദീർഘദൂര യാത്രക്കാർക്കുൾപ്പെടെ വിശ്രമിക്കുവാനുള്ള ഒരിടം എന്ന് കരുതിയാണ് ഇത്തരം സംവിധാനം അധികൃതർ ഒരുക്കിയത്. എന്നാൽ അതെല്ലാം ഇപ്പോൾ കാട് മൂടി കിടക്കുന്നു. ഇരിട്ടി കല്ലുമുട്ടിയിലെ പാർക്കിലെ കാഴ്ചയാണിത്. ഇതുകൂടാതെ ഇപ്പോൾ പരസ്യ ബോർഡുകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത്തരം പാർക്കുകളിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ അനുമതി നൽകിയിട്ടുണ്ടോ? നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള വഴിയോരത്തെ പാർക്കുകൾ പരിപാലിക്കാൻ പല സന്നദ്ധ സംഘടനകളും തയ്യാറായി വന്നിരുന്നു. എന്നാൽ അതൊന്നും ബന്ധപ്പെട്ടവർ ഗൗനിച്ചതേയില്ല. ഇപ്പോൾ സർക്കാർ സ്ഥലം കയ്യേറി പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചത് അധികൃതർ കണ്ടിട്ടുണ്ടോ എന്തോ? ഇനിയെങ്കിലും റോഡരികിലെ ഇത്തരത്തിലുള്ള പാർക്കുകൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറുവാനുള്ള സംവിധാനങ്ങൾ അധികൃതർ ഒരുക്കേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. റോഡ് കയ്യേറി അനധികൃത കച്ചവടം. കേളകം ബിവറേജസ് ഔട്ട്ലെറ്റിന് മുൻവശത്താണ് റോഡ് കയ്യേറി അനധികൃത കച്ചവടം നടത്തുന്നത്. ഇതിനു പുറമെ വാഹനങ്ങളിൽ എത്തിച്ച് സാധനങ്ങൾ വിൽക്കുന്നവർക്കെതിരെ വ്യാപാരികളും രംഗത്തെത്തി. റോഡ് കയ്യേറി അനധികൃത കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്കെതിരെ നടപടിയെടുക്കാതെ അധികൃതർ. കേളകം ബീവറേജ് ഔട്ട്ലെറ്റിന് മുൻവശത്തായാണ് റോഡരികിൽ താൽക്കാലികമായി ഷെഡ് നിർമ്മിച്ച് കച്ചവടം നടത്തുന്നത്. പഞ്ചായത്ത് പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്ത് വെച്ചതിനു ശേഷമാണ് അതേ അളവിൽ 2-ലധികം കച്ചവട സ്ഥാപനങ്ങൾ റോഡരികിൽ തുറന്നത്. റോഡരികിൽ കച്ചവട സ്ഥാപനങ്ങൾ വന്നതോടെ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ ഇടമില്ലാത്ത അവസ്ഥയാണ്. ഇതേ റോഡരികിൽ വാഹനങ്ങളിൽ എത്തിച്ച് കച്ചവടം നടത്തുന്ന ആളുകൾക്കെതിരെ വ്യാപാരികളും രംഗത്തെത്തി. ഭീമമായ പൈസ വാടകയും ഡിപ്പോസിറ്റും കൊടുത്ത് ഏതെങ്കിലും ടൗണിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറുതായിട്ട് കച്ചവടം ചെയ്യുന്ന ഞങ്ങളെപ്പോലത്തെ വ്യാപാരികൾക്ക് ഈ വാഹനത്തിൽ കൊണ്ടുവന്ന് സാധനങ്ങൾ വിൽക്കുന്നത് വല്ലാതെ ഞങ്ങളെ കച്ചവടത്തെ ബാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ കേരളത്തൊക്കെ ആകെ പാടെ കുറച്ച് ആൾക്കാരുള്ളത് ആ ബീവറേജിൻ്റെ ആ പരിസരത്താണ്. അപ്പോൾ അവിടെ 1, 2, 3 ഒരുപാട് വാഹനങ്ങൾ വന്ന് വേണ്ട എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും അവിടെ വിൽക്കുന്നത് ഞങ്ങളുടെ കച്ചവടത്തെ വല്ലാതെ ബാധിക്കുന്നു. ചെറുതായിട്ട് കച്ചവടം ചെയ്യുന്ന പോകുന്ന ഞങ്ങൾക്കൊക്കെ ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ, അല്ലെ തന്നെ ഇന്നത്തെ കാലത്ത് കച്ചവടം കൊണ്ട് നിലനിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഓൺലൈൻ കച്ചവടവും മറ്റു വ്യാപാരങ്ങളൊക്കെ വന്നതുകൊണ്ട് ഒരു തരത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. പച്ചക്കറി അടക്കമുള്ള സാധനങ്ങൾ വാഹനങ്ങളിലെത്തിച്ച് റോഡരികിൽ നിർത്തിയിട്ടാണ് ഇവർ വിൽക്കുന്നത്. ഇത് കാരണം ബീവറേജ് ഔട്ട്ലെറ്റിന് മുന്നിൽ ഗതാഗതക്കുരുക്ക് നിത്യസംഭവമാണ്. ഭീമമായ വാടക നൽകി കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങളെ വെല്ലുവിളിച്ചാണ് ഇത്തരത്തിൽ വാഹനങ്ങളിൽ എത്തിച്ച് സാധനങ്ങൾ വിൽക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. റോഡരികിൽ അനധികൃതമായി കെട്ടിയ താൽക്കാലിക ഷെഡുകൾ പൊളിച്ചുമാറ്റണമെന്നും വാഹനങ്ങളിൽ എത്തിച്ച് വിൽക്കാൻ ഇവർക്ക് സ്ഥിരം സംവിധാനമുണ്ടാക്കണമെന്നുമാണ് ആവശ്യം. ഹൈവിഷൻ ന്യൂസ്, കേളകം. മാവോയിസ്റ്റ് നേതാവിനെ കൊട്ടിയൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊട്ടിയൂർ പന്നിയാമലയിലും അമ്പായത്തോടിലുമാണ് തീവ്രവാദ വിരുദ്ധ സേനയുടെയും
പോലീസിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തിയത്. മാവോയിസ്റ്റ് മനോജിനെ കൊട്ടിയൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കേളകം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത UAPA കേസുമായി ബന്ധപ്പെട്ട് കൊട്ടിയൂർ പഞ്ചായത്തിലെ പന്ന്യാമല മുണ്ടക്കൽ അർജുനൻ എന്നയാളുടെ വീട്ടിലും കഴിഞ്ഞ ദിവസം അമ്പായത്തോട് വെച്ച് പോലീസിന് മാവോയിസ്റ്റുകളുടെ വസ്ത്രങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലുമായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ ദിവസമാണ് എറണാകുളത്ത് വെച്ച് തൃശൂർ ഇവന്നൂർ പടിഞ്ഞാറത്തല വീട്ടിൽ മനോജിനെ തീവ്രവാദ വിരുദ്ധ സേന പിടികൂടുന്നത്. തീവ്രവാദ വിരുദ്ധ സേനയും പോലീസ് സംഘവും ചേർന്നാണ് അമ്പായത്തോട് പന്ന്യാമല എന്നിവിടങ്ങളിൽ തെളിവെടുപ്പിനായി എത്തിച്ചത്. 14 UAPA കേസുകളിൽ പ്രതിയാണ് മനോജ്. ഹൈവിഷൻ ന്യൂസ്, കേളകം. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മാവോയിസ്റ്റ് നേതാവ് തൃശൂർ സ്വദേശി മനോജിനെ പേരാവൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മാവോയിസ്റ്റ് നേതാവ് തൃശൂർ ഇവന്നൂർ പടിഞ്ഞാറേത്തല വീട്ടിൽ മനോജിനെ പേരാവൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പിടിയിലാകും മുമ്പ് വയനാട്ടിൽ നിന്നും പേരാവൂരിലെത്തിയ മനോജ് ഒരു വസ്ത്രാലയത്തിൽ നിന്നും വസ്ത്രങ്ങൾ വാങ്ങിയിരുന്നു. ഇതിൽ തെളിവെടുപ്പ് നടത്താനാണ് തീവ്രവാദ വിരുദ്ധ സേനയും പോലീസും സംഘവും ചേർന്ന് മനോജിനെ പേരാവൂരിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തിയത്. കണ്ണൂർ, വയനാട് ജില്ലകൾ ഉൾപ്പെടെ കബനിദളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റാണ് മനോജ്. 14 UAPA കേസുകളിൽ മനോജ് പ്രതിയാണെന്ന് ATS പറഞ്ഞു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠനത്തിന് ചേർന്നെങ്കിലും പഠനം പൂർത്തിയാക്കാതെ മാവോയിസ്റ്റ് സംഘത്തിൽ ചേരുകയായിരുന്നു. മാവോയിസ്റ്റ് പ്രവർത്തനത്തിന്റെ പേരിൽ വയനാട് ജില്ലാ പോലീസ് പുറത്തിറക്കിയ വാറണ്ട് പട്ടികയിൽ ഉൾപ്പെട്ടയാളാണ് മനോജ്. ഇയാൾ അടങ്ങുന്ന 20 അംഗ സംഘത്തെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പോലീസ് പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ഇരിട്ടി താലൂക്ക് പരിധിയിൽ വിവിധ പ്രദേശങ്ങളിൽ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കം ചെയ്യുന്നതിന് സബ് കളക്ടർ ഉത്തരവിട്ടു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി വിവിധ പ്രദേശങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് സബ് കളക്ടർ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സെക്ഷൻ പ്രകാരം ഉത്തരവ് നൽകി. ഇരിട്ടി താലൂക്ക് സഭയിൽ ഇതേക്കുറിച്ച് ചർച്ചയാവുകയും അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചു നീക്കുവാൻ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടുകൊണ്ട് തീരുമാനം ഉണ്ടാവുകയും ചെയ്തിരുന്നു. മുഴക്കുന്ന് പഞ്ചായത്ത് പരിധിയിൽ പൊതുജനങ്ങൾക്ക് ഭീഷണി തീർത്തു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാനായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും വകുപ്പുകൾ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് മുഴക്കുന്ന് പഞ്ചായത്ത് സെക്രട്ടറി ജില്ലാ കളക്ടറെ അറിയിച്ചിരുന്നു. അതിനാൽ അപകട സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിരുന്നു. കാലവർഷം ശക്തി പ്രാപിച്ചിട്ടുള്ളതിനാൽ മരങ്ങൾ കടപുഴകി വീണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാൻ സാധ്യത ഉള്ളതാണെന്ന് ബോധ്യപ്പെട്ടതിനാൽ മുഴക്കുന്ന്, വെള്ളർവള്ളി, പായം, നുച്ചിയാട്, തില്ലങ്കേരി, പടിയൂർ, വയത്തൂർ, അയ്യങ്കുന്ന്, കീഴൂർ, ആവശ്ശേരി എന്നീ വില്ലേജുകളിലെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് സബ് കളക്ടർ ഉത്തരവിട്ടത്. മരങ്ങളും മരങ്ങളുടെ ശാഖകളും അടിയന്തരമായി മുറിച്ചു മാറ്റുവാനുള്ള നടപടി സ്വീകരിക്കുവാൻ പൊതുമരാമത്ത് വകുപ്പിനും പഞ്ചായത്ത് അധികൃതർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കണിച്ചാർ അണുങ്ങോടിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ബുധനാഴ്ച പുലർച്ചെ എത്തിയ കാട്ടാന 1 മണിക്കൂറിലധികം പ്രദേശത്ത് ഭീതി പരത്തി. അണുങ്ങോട് സ്വദേശി കൂറമുള്ളിൽ സജി തോമസിന്റെ വീട്ടുമുറ്റത്തും കാട്ടാനയെത്തി. കണിച്ചാർ പഞ്ചായത്തിലെ അണുങ്ങോട് തട്ടിലാണ് ബുധനാഴ്ച പുലർച്ചെ കാട്ടാന ഇറങ്ങിയത്. പുലർച്ചെ 2 മണിയോടെ മേഖലയിലെത്തിയ കാട്ടാന 1 മണിക്കൂറിലധികം പ്രദേശത്ത് ഭീതി പരത്തിയതായി പ്രദേശവാസികൾ പറഞ്ഞു. അണുങ്ങോട് സ്വദേശിയായ കൂരമുള്ളിൽ സജി തോമസിന്റെ വീട്ടുമുറ്റത്തുവരെ കാട്ടാനയെത്തി. വീടിന് സമീപത്തുള്ള കാർഷിക വിളകളും റോഡിന് സമീപത്തെ പനയും മതിൽക്കെട്ടും തകർത്ത ശേഷമാണ് കാട്ടാന തിരിച്ചുപോയത്. സജിയും മകനും വലിയ ശബ്ദം കേട്ട് രാത്രിയിൽ വീടിന് പുറത്തിറങ്ങുകയായിരുന്നു. ടോർച്ചിന്റെ വെളിച്ചം കണ്ടപ്പോൾ കാട്ടാന തനിക്ക് നേരെ പാഞ്ഞടുക്കുകയാണ് ഉണ്ടായതെന്നും തലനാരിഴക്കാണ് വലിയ അപകടം ഒഴിവായതെന്നും സജി തോമസ് പറഞ്ഞു. ചാച്ചാടി വരുന്ന ഒച്ചായിട്ടാണ് വരുന്നത്, ഇറങ്ങി വരുന്നത് കൂടെ നോക്കി വരുമ്പോൾ ഇവിടെ ആന നിൽക്കുന്നു. ആന ഞാൻ നോക്കി ഏറ്റവും ചെയ്യുമ്പോൾ പാഞ്ഞും കയറി വരും. ഞാൻ ഇവിടുന്ന് നേരെ അങ്ങോട്ട് വീട്ടു വള കൂടെ കയറി പോകും. ഒരാന ഉണ്ടായിരുന്നു. കൊമ്പൻ. ഏകദേശം എത്ര സമയമായിട്ടുണ്ടാവും? 2:30
കഴിഞ്ഞു. നിങ്ങൾ ശബ്ദം കേട്ടിട്ട് എഴുന്നേറ്റാണോ? ആ അച്ഛൻ എന്തോ ഒച്ച ചാടിയാടി വരുന്ന ഒച്ച ആയിരുന്നു. ഇതിപ്പം ആന വരും തട്ടി വരുന്ന ആ ഒച്ചയാണ് കേട്ടത്. അപ്പം എന്നാ സാധനം നമുക്കറിയത്തില്ല. ഈ ഭാഗത്ത് ആനശല്യം ഉണ്ടോ? അങ്ങനെ ഇല്ല, കഴിഞ്ഞ കൊല്ലം ഒന്ന് വന്ന് പോയത് മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനത്തെ ശല്യം. പിന്നെ താഴെ ഭാഗത്താണ് ആന, പിന്നെ താഴെ അങ്ങ് ഭാഗത്തും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അങ്ങനെ കയറി ഇല്ലായിരുന്നു. ഇതിപ്പോൾ ജീവിതം ആദ്യം ഒന്നും ഇങ്ങനെ ഇങ്ങോട്ട് വരില്ല. എന്നാലും ഇങ്ങനെ നേരെ അതിലങ്ങ് കയറി പോവുള്ളൂ. ഇത് ഇങ്ങനെ ഇവിടെ ഇങ്ങോട്ടുള്ള ഇതില്ലായിരുന്നു. ഇപ്പോൾ വീട്ടുമുറ്റം വരെ എത്തി. ആ വീട് മുറ്റം വന്ന് ഇവിടുന്ന് നേരെ അവിടെ ഒന്ന് കുറച്ച് നിന്നു. മുറ്റത്തെ ഞങ്ങൾ ഞാൻ ചെക്കൻ അങ്ങ് കയറിപ്പോയി. കയറി കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ടാണ് പിന്നെ ബൈക്കിട്ട് പോയിട്ട് വാഴയൊക്കെ തിരുന്നു. മുകളിൽ നോക്കിയിട്ട് നോക്കുമ്പോൾ ആന കയറി വരുന്നുണ്ട്. ആന വരുമ്പോൾ ഞാൻ ആനയെന്ന് മാറ്റി വന്ന് കാറി അങ്ങോട്ട് പാഞ്ഞത്. അപ്പോൾ നിങ്ങൾ ടോർച്ചടിച്ചപ്പോൾ നിങ്ങളെ പുറകെ വരുമോ? ഇത് ടോർച്ചടിച്ചപ്പോൾ എന്താണ് പാഞ്ഞ് കയറി വരുന്നത്. ആ കൊമ്പ് കണ്ട അങ്ങനെ നിൽക്കുന്ന ആണിട്ടാണ് എനിക്ക് ശരിക്കും ആനയാണെന്ന് മനസ്സിലാകുന്നത്. കാരണം നമ്മൾ കാരൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ആന വരുന്നുള്ളത് നമ്മൾ കണക്കൊടുന്നില്ല. 2 ആഴ്ച മുമ്പ് അണങ്ങോട് ഓടന്തോടിൽ കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. ഈ പ്രദേശത്ത് കഴിഞ്ഞ വർഷമായിരുന്നു അവസാനമായി കാട്ടാന എത്തിയത്. വൈദ്യുത ഫെൻസിങ്ങിന് മുകളിൽ മരം മറിച്ചിട്ടാണ് കാട്ടാന ഇപ്പോൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. വീണ്ടും ജനവാസ മേഖലയിൽ കാട്ടാന എത്തിയതോടെ വലിയ ഭീതിയിലാണ് നാട്ടുകാർ. രൂക്ഷമല്ലായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിക്ക് എടത്താഴ് മത്തഞ്ചേൻ്റെ അവിടുന്ന് കശുമാവ് ഫെൻസിങ്ങിൽ ഉരുട്ടിയിട്ട് ഒരു ആന അങ്ങോട്ട് കയറിയിട്ടുണ്ട്. വലിയൊരു കൊമ്പനാണെന്ന് പറയുന്നത് നാട്ടുകാരെല്ലാം പറഞ്ഞിട്ടുണ്ട്. രാത്രി അവിടെ ഫോറസ്റ്റുകാരെ വിളിച്ച് പറഞ്ഞു. ഫോറസ്റ്റുകാർ വന്ന് നോക്കിയിട്ടൊന്നും കണ്ടില്ല. അതിന് മുമ്പേ ഇറങ്ങി ഓടി. അവിടെ എല്ലായിടത്തും നശിപ്പിച്ച് വാഴയും അതും ഇതെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. തിരിച്ചു പോകുന്ന വഴിക്ക് ഇവിടെ മതിലെല്ലാം ഇടിച്ചിട്ടാണ് പോയത്. ഇതുവരെ ഇങ്ങനെ ശല്യമില്ലായിരുന്നു. ഇപ്പം നമുക്ക് വല്ലാണ്ട് ശല്യമായി തുടങ്ങിയിരിക്കുകയാണ്. നാട്ടുകാരെല്ലാം ഭയങ്കര ഭീതിയിലാണ്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്ന്. ഹൈവിഷൻ ന്യൂസ്, കേളകം. പേരാവൂർ പോലീസ് സ്റ്റേഷന് സമീപം റോഡരികിൽ അപകട ഭീഷണി ഉയർത്തിയ കൂറ്റൻ മരം മുറിച്ചു നീക്കി. പൊതുമരാമത്ത് വകുപ്പിന്റെ നിർദ്ദേശാനുസരണം പേരാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് മരം മുറിച്ചു നീക്കിയത്. നെടുമ്പോയിൽ പേരാവൂർ റോഡിൽ പേരാവൂർ പോലീസ് സ്റ്റേഷന് സമീപത്തെ അപകട ഭീഷണി ഉയർത്തിയ കൂറ്റൻ മരം മുറിച്ചു നീക്കി. പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലത്തുള്ള മരമായിരുന്നു പൊതുജനങ്ങളുടെ ജീവനും കെട്ടിടങ്ങൾക്കും ഭീഷണിയായി നിലനിന്നത്. സമീപത്ത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ആശുപത്രിയും പ്രവർത്തിക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഹൈവിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മരം മുറിച്ചു നീക്കാൻ നടപടിയായത്. പൊതുമരാമത്ത് വകുപ്പിന്റെ നിർദ്ദേശാനുസരണം പേരാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അപകട ഭീഷണിയുള്ള കൂറ്റൻ മരം മുറിച്ചു നീക്കിയത്. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ഓവുചാലില്ല, മഴവെള്ളം ഒഴുകി റോഡരിക് തകർന്ന് വാഹന ഗതാഗതത്തിന് ഭീഷണിയാകുന്നു. കേളകം പോലീസ് സ്റ്റേഷന് മുൻവശത്തുള്ള മണത്തണ അമ്പായത്തോട് മലയോര ഹൈവേ റോഡാണ് തകർന്നത്. മഴവെള്ളം കുത്തിയൊഴുകിയതോടെ 5 കോടി മുടക്കി പുനർനിർമ്മാണം നടത്തിയ മണത്തണ അമ്പായത്തോട് റോഡിന്റെ അരികുകൾ തകർന്നു. കേളകം പോലീസ് സ്റ്റേഷന് മുൻവശത്തെ റോഡരികാണ് തകർന്നത്. റോഡരിക് തകർന്നത് കാരണം വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. ചെറിയ വാഹനങ്ങൾ സൈഡ് കൊടുക്കുമ്പോൾ കുഴിയിൽ അകപ്പെടുന്നതും നിത്യസംഭവമാണ്. റോഡിന്റെ പല ഭാഗങ്ങളിലും ഓവുചാലുകൾ ഇല്ലാത്തത് കാരണം മഴവെള്ളം ഒഴുകി റോഡ് തകർച്ചയുടെ വക്കിലാണ്. റോഡരികിലെ കുഴിയിൽ രാത്രിയിൽ യാത്ര ചെയ്യുന്ന വാഹനങ്ങളാണ് അകപ്പെടുന്നത്. ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ റോഡരികെ പൂർണ്ണമായും തകരാനാണ് സാധ്യത. ഹൈവിഷൻ ന്യൂസ്, കേളകം. അപകടക്കെണിയൊരുക്കിയ വള്ളിത്തോട് റോഡിലെ കുഴി അറ്റകുറ്റപ്രവൃത്തി നടത്തി. നടപടി ഹൈവിഷൻ വാർത്തയെ തുടർന്ന്. കുഴിയുള്ള ഭാഗം കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു. കോടികൾ മുടക്കിയാണ് നവീകരണം നടത്തിയത്. എങ്കിലും തലശ്ശേരി വളവുപാറ KSTP റോഡിന് കാലവർഷത്തെ അതിജീവിക്കാൻ സാധിച്ചില്ല. നവീകരണം പൂർത്തിയാക്കി 1 വർഷം കഴിയുമ്പോൾ തന്നെ അന്തർ സംസ്ഥാന പാതയിൽ ചെറുതും വലുതുമായ നിരവധി കുഴികൾ രൂപപ്പെട്ടിരുന്നു. വള്ളിത്തോട് ടൗണിൽ മലയോര ഹൈവേയിൽ നിന്ന് KSTP റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് വലിയ 2 കുഴികൾ ഉള്ളത്. വള്ളിത്തോട് കവലയിൽ
ഇരു റോഡുകളെയും ബന്ധിപ്പിക്കുന്ന ഭാഗത്താണ് ഈ കുഴി. ഈ കുഴിയിൽ ഇരുചക്ര വാഹനങ്ങൾ വീണ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഇരുചക്ര വാഹന യാത്രക്കാർ ഇവിടെ വീണ് പരിക്കേറ്റ സംഭവം ഉണ്ടായിട്ടുണ്ട്. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിലെ കുഴി അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഹൈവിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബന്ധപ്പെട്ട അധികൃതർ കോൺക്രീറ്റ് പ്രവൃത്തി നടത്തി കുഴി അടച്ചത്. വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടാതിരിക്കാൻ ഇപ്പോൾ മുന്നറിയിപ്പ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കുനിത്തലമുക്ക് വായന്നൂർ വെള്ളർവള്ളി റോഡിന് ഭരണാനുമതി. 11 കോടി രൂപ ചെലവിലാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുകയെന്ന് പേരാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. ഏറെ അനിശ്ചിതത്വത്തിനൊടുവിൽ കുനിത്തലമുക്ക് വായന്നൂർ വെള്ളർവള്ളി റോഡിന് ഭരണാനുമതി ലഭിച്ചു. നേരത്തെ റോഡ് നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചെങ്കിലും ട്രാഫിക് സ്ട്രെങ്ത് പോരാ എന്ന കാരണം പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു. തുടർന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ ഇടപെടലുകളിലൂടെ പഞ്ചായത്ത് 1,70,000 രൂപ വകയിരുത്തി സർവേ ഉൾപ്പെടെ നടത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുനിത്തലമുക്ക് വായന്നൂർ വെള്ളർവള്ളി റോഡ് നിർമ്മിക്കാൻ കേന്ദ്ര അനുമതി ലഭിച്ചിരിക്കുന്നത്. ഭരണാനുമതി ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും എത്രയും വേഗം പ്രവൃത്തി ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വേണുഗോപാൽ, വൈസ് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ശരത് എന്നിവർ പറഞ്ഞു. 11 കോടി രൂപ ചിലവിൽ 7.302 കിലോമീറ്റർ റോഡാണ് പുനർനിർമ്മിക്കുന്നത്. 2018-19 കാലയളവിൽ നമ്മുടെ PMGSYക്ക് ഗ്രാമപഞ്ചായത്ത് വിട്ടു നൽകുകയും അതിൻ്റെ ഭാഗമായി അന്ന് എസ്റ്റിമേറ്റ് എടുത്ത് 12 കോടി രൂപ അന്ന് അനുവദിക്കപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന സമയത്ത് ആ റോഡിൻ്റെ ട്രാഫിക് സ്ട്രെങ്ത് ഈ 12 കോടി രൂപ മുടക്കി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിനാവശ്യമായ വാഹനങ്ങൾ അതിലെ കടന്നു പോകുന്നുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് പരിശോധിക്കണമെന്ന് PMGSY ആവശ്യപ്പെടുകയും ആ ട്രാഫിക് സ്ട്രെങ്ത് പരിശോധന നടത്തുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് 1,60,000 രൂപ അനുവദിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസി വന്ന് ട്രാഫിക് സ്ട്രെങ്ത് പരിശോധന നടത്തി അതിൻ്റെ റിപ്പോർട്ട് അവർക്ക് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഇത് എസ്റ്റിമേറ്റ് എടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംഘം തരികയും ആ ട്രാഫിക് സ്ട്രെങ്ത് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആ വർക്കിന് ഭരണാനുമതി ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. വളരെ കാലമായി ആ റോഡ് വളരെ ഗതാഗത യോഗ്യമല്ലാതായി കിടക്കുന്ന സമയത്ത് ഈ സമയത്ത് ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ കഴിഞ്ഞ 2 സാമ്പത്തിക വർഷം മെയിൻ്റനൻസ് ഗ്രാന്റ് ഉപയോഗപ്പെടുത്തി താൽക്കാലികമായി മെയിൻ്റനൻസ് ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായത്. എന്തായാലും ഈ റോഡിൻ്റെ അനിശ്ചിതാവസ്ഥ ഇപ്പോൾ ഏതായാലും നീങ്ങിയിരിക്കുകയാണ്. നിരന്തരമായ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇടപെടൽ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സാങ്കേതികമായിട്ടുള്ള അനുമതി ലഭിച്ചിട്ടുള്ളത്. അത് 11 കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് ഇപ്പോൾ തയ്യാറാക്കി സാങ്കേതികമായിട്ടുള്ള അനുമതി ലഭിച്ചിട്ടുള്ളത്. ഏതായാലും നമുക്ക് ആ റോഡിൻ്റെ പണി വളരെ പെട്ടെന്ന് തുടങ്ങാൻ കഴിയില്ലെങ്കിലും ഇവിടുന്ന് സ്റ്റേറ്റിൽ നിന്നുള്ള അനുവാദം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നീക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വേണ്ടി സാധിക്കും. 5.5 മീറ്റർ വീതിയിലാണ് ഇപ്പോൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കി വന്നിട്ടുള്ളത്. 11 കോടി രൂപയാണ് എസ്റ്റിമേറ്റ് തുകയായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു. അയ്യങ്കുന്ന് പഞ്ചായത്തിലെ മൂന്നാംകുറ്റിയിലെ ബിന്ദു ബാബുവിൻ്റെ ചികിത്സക്കായാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചത്. അയ്യങ്കുന്ന് പഞ്ചായത്തിലെ മൂന്നാംകുറ്റിയിലെ ബിന്ദു ബാബുവിൻ്റെ ചികിത്സക്കായാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചത്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 47 വയസ്സുള്ള വീട്ടമ്മയായ ബിന്ദുവിനാണ് ഗുരുതരമായ അർബുദ രോഗം ബാധിച്ചത്. ഭർത്താവ് ബാബുവും 5 മക്കളും അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം. നിർധനരായ ഈ കുടുംബത്തിന് ഇതിനകം ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താൻ മറ്റ് മാർഗങ്ങളൊന്നുമില്ല. അതോടെയാണ് ഇവരുടെ ചികിത്സയ്ക്കായി തുക കണ്ടെത്താൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചത്. ബിന്ദു ബാബു എന്ന് പറയുന്ന സഹോദരി 47 വയസ്സ്, ഗുരുതരമായ ലുക്കീമിയ രോഗബാധിതയായിട്ട് തലശ്ശേരി നമ്മുടെ കോടിയേരി മലബാർ ക്യാൻസർ സെൻ്ററിൽ ചികിത്സയിലാണ്. അവർ കഴിഞ്ഞ 2 വർഷമായിട്ട് അവിടെ ഡോക്ടർ ചന്ദ്രൻ ഡോക്ടറുടെ കീഴിൽ ചികിത്സയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴവരുടെ രോഗം
അത് മരുന്ന് കൊടുത്തുള്ള ട്രീറ്റ്മെൻറ്റുകൾ കഴിഞ്ഞു. ഇനി ബോൺമാരോ ശസ്ത്രക്രിയ നടത്തണം. അപ്പോൾ അതിനുവേണ്ടി 10 ലക്ഷത്തോളം രൂപ നിലവിൽ അവിടെ ചിലവാകും. എന്ന് പറഞ്ഞാൽ പുറത്ത് നമ്മൾ 35 മുതൽ 50 ലക്ഷം രൂപ വരെ ചിലവ് വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണിത്. പക്ഷേ നമുക്ക് കോടിയേരിയിൽ ആയതുകൊണ്ട് ഈ ലെവലിൽ നമുക്ക് ചികിത്സ നടത്താൻ വേണ്ടി പറ്റും. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് അവിടുത്തെ ആദിവാസി സ്ത്രീയിൽ വിവാഹത്തിൽപ്പെട്ടൊരു സ്ത്രീ ആയതുകൊണ്ട് നമുക്ക് അവർക്ക് ഇതിനുള്ള ചികിത്സാ സഹായം കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തും സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും കൂടി ചേർന്ന് ഒരു ചികിത്സാ സഹായ നിധി രൂപീകരിച്ച് അവർക്ക് ആവശ്യമായ മരുന്ന് അല്ലെങ്കിൽ ചികിത്സയ്ക്കുള്ള ഫണ്ട് സ്വരൂപിക്കാനായിട്ട് ഒരു സമിതി വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, അയ്യങ്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നേൽ എന്നിവർ രക്ഷാധികാരികളായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചത്. ചെയർമാനായി വാർഡ് മെമ്പർ ഫിലോമിന മാണി കണ്ണംകുളം, കൺവീനറായി TG ശശിയെയും ട്രഷററായി ബെന്നി പുതിയാമ്പലത്തെയും തെരഞ്ഞെടുത്തു. തുക കണ്ടെത്തുവാൻ കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചതായി ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികൾ ഇരിട്ടിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നേൽ, വാർഡ് മെമ്പർ ഫിലോമിന മാണി, ആനപ്പത്തി ബാങ്ക് പ്രസിഡന്റ് അബ്രഹാം മാസ്റ്റർ, ദിലീപ് മോഹൻ, TG ശശി, ബെന്നി പുതിയാമ്പ്രം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ഗ്രാമീൺ ബാങ്ക് അങ്ങാടിക്കടവ് ശാഖയിലെ ബിന്ദു മൂന്നാംകുറ്റി ചികിത്സാ സഹായ കമ്മിറ്റി എന്ന പേരിൽ 404911054716 എന്ന നമ്പറിൽ അക്കൗണ്ടും എടുത്തിട്ടുണ്ട്. സഹായിക്കാൻ താൽപ്പര്യമുള്ളവർ ഈ അക്കൗണ്ടിൽ തുക നിക്ഷേപിക്കാം. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ CPIMന്റെ നേതൃത്വത്തിൽ പേരാവൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ CPIMന്റെ നേതൃത്വത്തിൽ പേരാവൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പേരാവൂരിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് K രജീഷ്, PV ജോയി, V ബാബു മാസ്റ്റർ, നിഷ ബാലകൃഷ്ണൻ, M ശൈലജ ടീച്ചർ, M രാജീവൻ, ജിജി ജോയി, രജീഷ് PS തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPIയുടെ നേതൃത്വത്തിൽ ഇരിട്ടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPIയുടെ നേതൃത്വത്തിൽ ഇരിട്ടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CPI മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. അഡ്വക്കേറ്റ് V ഷാജി, പായം ബാബുരാജ്, KP കുഞ്ഞികൃഷ്ണൻ, ശങ്കർ സ്റ്റാലിൻ, KR ലിജുമോൻ, ദേവിക കൃഷ്ണൻ, EK പ്രജീഷ്, ശ്രാവൺ ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കേന്ദ്ര ബജറ്റിൽ കേരളമില്ല. കേന്ദ്ര അവഗണനയ്ക്കെതിരെ CPIയുടെ നേതൃത്വത്തിൽ പേരാവൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കേന്ദ്ര ബജറ്റിൽ കേരളമില്ല. കേന്ദ്രത്തിൻ്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPIയുടെ നേതൃത്വത്തിൽ പേരാവൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഷിജിത്ത് വായനൂർ, CK ചന്ദ്രൻ, A പ്രദീപൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. കൊട്ടിയൂർ പാലുകാച്ചി ഒറ്റപ്ലാവിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി. കൊട്ടാരം ജോഷിയുടെ ഉപയോഗശൂന്യമായ ശുചിമുറിയിൽ നിന്നാണ് രാജവെമ്പാലയെ പിടികൂടിയത്. കൊട്ടിയൂർ പാലുകാച്ചി ഒറ്റപ്ലാവിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി. കൊട്ടാരം ജോഷിയുടെ വീടിന് സമീപത്തെ ഉപയോഗശൂന്യമായ ശുചിമുറിയിൽ നിന്നാണ് രാജവെമ്പാലയെ പിടികൂടിയത്. പാമ്പുപിടുത്ത വിദഗ്ധൻ തോമസ്, ഫോറസ്റ്റ് വാച്ചർ ബിനോയ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പാമ്പിനെ പിടികൂടിയത്.
പിടികൂടിയ പാമ്പിനെ പിന്നീട് ഉൾവനത്തിൽ തുറന്നുവിട്ടു. ഹൈവിഷൻ ന്യൂസ്, കേളകം. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU പേരാവൂർ ഡിവിഷൻ കൺവെൻഷൻ പേരാവൂരിൽ നടന്നു. ഏരിയ പ്രസിഡന്റ് KT ജോസ് ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU പേരാവൂർ ഡിവിഷൻ കൺവെൻഷനാണ് പേരാവൂരിൽ വെച്ച് നടന്നത്. KJ ജോയിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ ഏരിയ പ്രസിഡന്റ് KT ജോസഫ് ഉദ്ഘാടനം ചെയ്തു. KC സനിൽകുമാർ, രജീഷ് PS, P ജയപ്രകാശ്, സതീശൻ, മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. സുനീറിന് കാരണം ഇവന് ഏകദേശം ഉണ്ടാവില്ല. സുനീർ അപ്പോൾ SI പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ CITU തൊഴിലാളികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മദ്യം, മയക്കുമരുന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പം മിക്ക സ്ഥലങ്ങളിലും കാര്യങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ തൊഴിലാളികൾ ആ പരിപാടികളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തണം. നമ്മുടെ ഏതെങ്കിലും തൊഴിലാളികൾ ആ പരിപാടിയായിട്ട് ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്മാറ്റുന്നതിനും നേതൃത്വമായിട്ട് ആദ്യം ബന്ധപ്പെടുന്നത്. ആദ്യം അവരുടെ പേര് പോലീസിന് നമ്മൾ പറയണ്ട. പോലീസിനോട് രണ്ടാമത് ഘട്ടത്തിൽ നമുക്ക് പറയാം, നമ്മൾ പറഞ്ഞിട്ട് നിൽക്കുന്നില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഇവിടെ വേറെയും സംഘടനകളുണ്ട്, IMDC ഉണ്ട്, DMS ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ആ സംഘടനകളെല്ലാം അവരുടെ അങ്ങനെയുള്ള കഴിഞ്ഞ ദിവസം SI വിളിച്ചൊരു യോഗത്തിൽ വെച്ചിട്ട് ഞങ്ങളുടെ ആൾക്കാരൊന്നും ആ രോഗത്തിലേക്ക് പുറപ്പെടില്ല എന്നുള്ള രൂപത്തിൽ അവർ കാര്യങ്ങൾക്ക് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അവരെക്കാട്ടിൽ ഉച്ചാറായിട്ട് നമ്മുടെ തൊഴിലാളികളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ CITU തൊഴിലാളികളും ആ രൂപത്തിലേക്ക് ആരും പുറപ്പെടില്ല. അപ്പോൾ SIനെയും അതുപോലെ RTOനെയൊക്കെ പങ്കെടുപ്പിച്ചിട്ട് നമുക്ക് ഭാവി നമുക്ക് ഓരോ ഇതേപോലെയുള്ള ഈ മയക്കും നിങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ കൂടുതലും സാധാരണക്കാരുടെ വാഹനമാണ്. അപ്പോൾ ഈ സാധാരണക്കാരുടെ വാഹനം ഓടിക്കുന്ന നമ്മൾക്ക് പല വിവരങ്ങളും കിട്ടും. ടൗണിൽ എന്ത് നടന്നാലും അതിൻ്റെ എല്ലാ വിവരങ്ങളും കിട്ടുന്നത് നിങ്ങൾക്ക്. അപ്പോൾ ആ വിവരങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽ അറിയിക്കേണ്ടത് അധികൃതരുടെ ശ്രദ്ധയിൽ എല്ലാത്തിനെയും നമ്മുടെ പൊതു സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ ദുഷ്ചെയ്തികളെയും അവസാനിപ്പിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. തുടർന്ന് കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പേരാവൂരിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. അമേരിക്കയിലെ ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിൽ കെമിക്കൽ ബയോളജി റിസർച്ചിന് 3 കോടി രൂപയുടെ സ്കോളർഷിപ്പ് നേടിയ വിളക്കോട് സ്വദേശിനി PA സങ്കീർത്തനയെ മുസ്ലിം ലീഗ് വിളക്കോട് ശാഖാ കമ്മിറ്റി അനുമോദിച്ചു. അമേരിക്കയിലെ ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിൽ കെമിക്കൽ ബയോളജി റിസർച്ചിന് 3 കോടി രൂപയുടെ സ്കോളർഷിപ്പ് നേടിയ വിളക്കോട് സ്വദേശിനി PA സങ്കീർത്തനയെയാണ് മുസ്ലിം ലീഗ് വിളക്കോട് ശാഖാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് നസീർ നെല്ലൂർ സങ്കീർത്തനയ്ക്ക് ഉപഹാരം കൈമാറി. നേതാക്കളായ O ഹംസ, MK മുഹമ്മദ്, PC ഷംനാസ്, KV റഷീദ്, P അബൂബക്കർ, KV റൌഫ്, MK മിഥിലാജ്, MM ഇസ്മയിൽ, E ജാഫർ, ആബിദ് വിളക്കോട്, റസാഖ്, റഹീം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ഓൾ കേരള ആപ്കോസ് എംപ്ലോയീസ് യൂണിയൻ യോഗം ചേർന്നു. KPCCയിൽ വെച്ച് നടന്ന യോഗം MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സന്തോഷ് ജോസഫ് മണ്ണാർകുളം അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ കണ്ണൂർ ജില്ലാ യൂണിയൻ പ്രസിഡന്റ് KPCC സെക്രട്ടറിയുമായ ചന്ദ്രൻ തിലങ്കേരി, ഗോപകുമാർ കൊല്ലം, ജോളി ജോർജ്, ജോയി തിരുമേനി, ശ്രീനാഥ് എടത്തൊട്ടി, കുര്യാക്കോസ് എന്നിവർ സംസാരിച്ചു. വിളക്കോട് കുന്നത്തൂരിൽ വീടിന് മുകളിൽ കടപുഴകി വീണ തെങ്ങ് SDPI വോളണ്ടിയർമാർ മുറിച്ചുമാറ്റി. ശക്തമായ കാറ്റിൽ മുഴക്കുന്ന കുന്നത്തൂരിലെ വീടിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണു. SDPI വിളക്കോട് ബ്രാഞ്ച് കമ്മിറ്റി വളണ്ടിയർ ടീം തെങ്ങ് മുറിച്ചുമാറ്റി. ബ്രാഞ്ച് സെക്രട്ടറി K സമീർ, വളണ്ടിയർമാരായ യുനസ് വിളക്കോട്, P നവാസ്, P സുഹൈൽ, സിറാജ് എന്നിവർ നേതൃത്വം നൽകി. വൈറ്റ് ഗാർഡ് അംഗം ആബിദ് കുന്നത്തൂരും വളണ്ടിയർ ടീമിനോടൊപ്പം സഹായത്തിനുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ചരമം. തോലമ്പ്ര ശാസ്ത്രി നഗറിലെ ചിറ്റൂർക്കാടിലെ കാപ്പാടൻ മാധവിയമ്മ അന്തരിച്ചു. 102 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ കുഞ്ഞമ്മു നമ്പ്യാർ. കമലാക്ഷി, നാളിനി, ബാലൻ, പുഷ്പവല്ലി, ചന്ദ്രമതി, സുധാകരൻ എന്നിവർ മക്കളാണ്. ഉളിക്കൽ അറബിയിലെ പരേതനായ നടക്കൽ ജോസഫിൻ്റെ ഭാര്യ റോസമ്മ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. ജോസ്, അമ്മിണി, മേരി, മോളി, മാത്യു, റോസമ്മ, തോമസ്, പരേതനായ ബാബു എന്നിവർ മക്കളാണ്. പെരുന്തോടിലെ കളരിക്കണ്ടി ഭാസ്കരൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. തുണ്ടിയിൽ സഹകരണ ബാങ്ക് റിട്ടയർഡ് ജീവനക്കാരനായിരുന്നു. ഭാര്യ ഭാനുമതി. ജിഷ, റിജു, ജിജി എന്നിവർ മക്കളാണ്.
ഉളിക്കൽ കോക്കാട് ശ്രീനിലയത്തിലെ മാണിക്കോത്ത് ശാന്തകുമാരി അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ VK ഗോപാലൻ മാസ്റ്റർ, ശ്രീജ, ശ്രീകുമാർ എന്നിവർ മക്കളാണ്. വിപണി റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 209, പേരാവൂർ 210, കൊട്ടിയൂർ 211. റബ്ബർ ലോട്ട് ഇരിട്ടി 190, പേരാവൂർ 200, കൊട്ടിയൂർ 201. ഒട്ടുപാൽ ഇരിട്ടി 120, പേരാവൂർ 128, കൊട്ടിയൂർ 128. കുരുമുളക് ഇരിട്ടി 625, പേരാവൂർ 630, കൊട്ടിയൂർ 630. കൊട്ടടയ്ക്ക ഇരിട്ടി 320, പേരാവൂർ 330, കൊട്ടിയൂർ 325. പൊൻവർണ്ണത്തേരേറും ശലഭമാ നീ വന്നു പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6495, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ വീണ്ടും. മാവോയിസ്റ്റ് നേതാവ് മനോജിനെ കൊട്ടിയൂരിലും പേരാവൂരിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പ് തീവ്രവാദ വിരുദ്ധ സേനയുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ. കോടികൾ മുടക്കി നവീകരിച്ച റോഡിൽ നിർമ്മിച്ച പാർക്കുകൾ കാട് മൂടിക്കിടക്കുന്നു. ഇരിട്ടി കല്ലുമുട്ടിലെ പാർക്കിൽ പരസ്യ ബോർഡുകൾ കൊണ്ട് നിറഞ്ഞു. അനിശ്ചിതത്വം നീങ്ങി. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കുനുത്തലമുക്ക് വായന്നൂർ വെള്ളർവള്ളി റോഡിന് ഭരണാനുമതി. യാത്രക്കാർക്ക് അപകട ഭീഷണിയായ വള്ളിത്തോട് റോഡിലെ കുഴിയടച്ചു. നടപടി ഹൈവേഷൻ വാർത്തയെ തുടർന്നു. ഇരിട്ടി താലൂക്ക് പരിധിയിലെ വിവിധ പ്രദേശങ്ങളിൽ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കം ചെയ്യുന്നതിന് സബ് കളക്ടറുടെ ഉത്തരവ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.